ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയ റെസിപ്പി ആയിട്ടോ. ചെറുപയർ മുളപ്പിച്ചാണേ, അതുകൊണ്ട് രണ്ട് വെറൈറ്റി ആയ റെസിപ്പികളാണ് ഉണ്ടാക്കുന്നത്. അതിലൊന്ന് ഇത് വെച്ച് വേറൊരു ഇലക്കറിയും കൂടി വെച്ച് തോരനാണ് കേട്ടോ. അതിൻ്റെ പകുതി എടുത്തിട്ട് ഒരു ചാറും വയ്ക്കും. അപ്പം അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇത് ഇപ്പോൾ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയ ഒരു നല്ല പ്രോട്ടീൻ റിച്ചും ഫൈബറും ഒക്കെ അടങ്ങിയ നല്ലൊരു ഒരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പം ബാക്കിയെല്ലാം ഞാൻ എടുത്തു വെക്കട്ടെ, എല്ലാം കാണിച്ചു തരാം. കൂടെ ഇതെങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമോ. ഇതൊരു 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കും. കഴുകിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. കഴുകി വെള്ളത്തിലിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം നന്നായിട്ട് ഊറ്റിയിട്ട് ഒന്ന് അടച്ച് വൃത്തിയായിട്ട് വെക്കുക. പിന്നെ അത് കഴുകേണ്ട ആവശ്യമില്ല. സാധാരണ അങ്ങനെ പറയുന്ന കേൾക്കാം, എന്താ പറയുക, കുതിർന്ന് കഴിഞ്ഞിട്ട് കഴുകി കഴിയുമ്പോൾ അതിൻ്റെ പ്രോട്ടീൻസും വൈറ്റമിൻസൊക്കെ വെള്ളത്തിൽ ലയിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം കഴുകി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, നന്നായിട്ട് നാരൊക്കെ ഇറങ്ങി നന്നായിട്ട് ഇതാ കിളുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഫൈബറും പ്രോട്ടീനും അടങ്ങിയൊരു റിച്ചായിട്ടുള്ളൊരു ഫുഡാണ്. അപ്പം നമുക്ക് അത് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇവിടെ ഞാൻ ഒരു കപ്പളങ്ങ കേട്ടോ ഇവിടെ പറയുന്നത് ചെത്തി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വേറെ 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തോരൻ വെക്കാം, ഇത് ചാറ് വെക്കാനാട്ടോ. അപ്പം എന്താ ഈ ചെറുപയർ കൂടി ഇട്ടിട്ട് ഒരു ചാറ് വെക്കട്ടെ. ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം കേട്ടോ. ഇവിടെ ഞാൻ കുക്കറിനകത്തേക്ക് കപ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ച പയർ കുറച്ച് പകുതി അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരൊറ്റ വിസിൽ മതി, ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റവ് കത്തിച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കട്ടെ. ഇപ്പോൾ പിന്നെ അതിന് വേണ്ട ചേരുവകൾ: തേങ്ങ ഒരു അരമുറി, 4-5 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ജീരകം. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ബാക്കി ഇരുന്ന കപ്പളങ്ങ ഇതാ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതൊന്ന് ചെറുപയറും കൂടിയിട്ട് ഒന്ന് തോരന് വയ്ക്കാം. ഒരൊറ്റ കപ്പളങ്ങ എടുത്ത് കഴിയുമ്പോൾ അത് മൊത്തം വേസ്റ്റായി പോവും. ഇതാകുമ്പോൾ തോരനുമായി ചാറുമായി, വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് തോരന് വെക്കാം, എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്, ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഉടയ്ക്കുന്നില്ല, ഒരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തു. വെന്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വല്ലാണ്ട് കുറുകി പോകും, കപ്പളങ്ങയല്ലേ. അപ്പം വെള്ളം ചേർത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറി ഇതാ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കൂടെ ഒന്ന് വേവാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് ചേർക്കാം. അപ്പോൾ ഈ മഴക്കാലത്ത് എന്താ പറയുക, നല്ല പ്രോട്ടീനും ഫൈബറും ഒക്കെ ചേർന്ന ഒരു ഹെൽത്തി ആയ കറിയാണ്. നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. കപ്പളങ്ങയൊക്കെ ആണെങ്കിലും ഇപ്പോൾ മഴക്കാലത്ത് ഇഷ്ടം പോലെ കിട്ടാനുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളൊക്കെ തന്നെ മേടിക്കാതെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് ഞാനിതാ എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും സവോളയൊക്കെ ഒന്നിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതവിടെ കറിയിലോട്ട് ചേർത്തു. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ്. എല്ലാവരുടെയും സപ്പോർട്ടും ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒന്ന് ബെൽബൈക്കണൊക്കെ ഒന്ന് അമർത്തി എനേബിളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.